ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ബുദ്ധി ആത്മജ്ഞാനം കൊണ്ട് തെളിയുമ്പോൾ നാം അമാനുഷിക ശക്തിയോട് കൂടിയവരായി ഭവിക്കും. അതിന് നാം എന്ത് ചെയ്യണം? നമുക്ക് അമാനുഷികമായ കഴിവുകൾ എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ആ കഴിവ് അറിയാതെ പോവുകയാണ്. ആ കഴിവിനെ നാം ഇപ്പോൾ ദുരുപയോഗം ചെയ്യുന്നു. എന്നാൽ ആ കഴിവ് നമുക്ക് പ്രകടമാകണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ അജ്ഞാനം, എന്നാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവില്ലായ്മയ്ക്കാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനനാശം ഭവിക്കും ശ്രവണത്താൽ, സംശയനാശം ഭവിക്കും മനനത്താൽ, പോകും വികൽപ്പങ്ങളെല്ലാം നിധിധ്യാസാൽ, തത്വപ്രതിഷ്ഠിതനാകും അഭ്യാസത്താൽ. നമ്മൾക്ക് അജ്ഞാനം നമ്മിൽ നിന്നും വിട്ടകലാൻ നാം ചെയ്യേണ്ട അഭ്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണി ഇതിലൂടെ വ്യക്തമാക്കി തരികയാണ്. അജ്ഞാനനാശം ഭവിക്കും ശ്രവണത്താൽ. ആത്മീയമായ അറിവുകൾ ആദ്യം നാം ശ്രവണത്തിൽ കൂടിയാണ് ഗ്രഹിക്കുന്നത്. അറിയുന്നവർ പറയുന്നത് കേട്ട് നാം അത് ഹൃദയസ്ഥമാക്കുന്നു. അജ്ഞാനനാശം ഭവിക്കും ശ്രവണത്താൽ, സംശയനാശം ഭവിക്കും മനനത്താൽ. പിന്നെ നമുക്ക് വന്നു ചേരുന്ന സംശയങ്ങൾ മനനം കൊണ്ട് ചിന്തിച്ച് ഉറപ്പിക്കുന്നതിനാണ്. കേട്ട കാര്യങ്ങൾ നമ്മൾ മനനം ചെയ്യണം. അങ്ങനെ മനനം ചെയ്ത് ഉറപ്പിക്കുമ്പോൾ എല്ലാ സംശയങ്ങളും നമ്മളിൽ നിന്നും അകന്നു മാറും. അതാണ് അജ്ഞാനനാശം ഭവിക്കും ശ്രവണത്താൽ, സംശയനാശം ഭവിക്കും മനനത്താൽ, പോകും വികൽപ്പങ്ങളെല്ലാം നിധിധ്യാസാൽ. മനസ്സിൻ്റെ എല്ലാ സങ്കല്പങ്ങളും ഇല്ലാതെയാകും നിധിധ്യാസം കൊണ്ട്. ശ്രവണം, മനനം, നിധിധ്യാസം, ഈ 3 കാര്യങ്ങളാണ് നാം ആത്മീയമായ പുരോഗതിക്ക് ചെയ്യേണ്ടത്. അതിലാദ്യത്തേത് ശ്രവണം. ശ്രവണം കൊണ്ട് അജ്ഞാനനാശം ഭവിക്കും. അതുപോലെ പിന്നീട് ആ കേട്ട കാര്യങ്ങൾ മനനം ചെയ്ത് ഉറപ്പിക്കുന്നത്, അതുകൊണ്ട് സംശയങ്ങളും തീരും. നമ്മളെ എല്ലാ സംശയങ്ങളും തീരും. പോകും വികൽപ്പങ്ങളെല്ലാം നിധിധ്യാസാൽ. പിന്നെ മനസ്സിൻ്റേതായ കൽപ്പനകളെല്ലാം, നമ്മുടെ സംശയം നീങ്ങി ആത്മാവിനെ സംബന്ധിച്ച ബോധവും നമുക്കുണ്ടായാൽ പിന്നെ നമുക്ക് വികൽപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. പോകും വികൽപ്പങ്ങളെല്ലാം നിധിധ്യാസാൽ. നിധിധ്യാസം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച്, ആ കേട്ടതിനനുസരിച്ച് ചിന്തിച്ച്, ആ ചിന്തിച്ചുറപ്പിച്ച കാര്യത്തിനനുസരിച്ച് ജീവിക്കുക. ആ ജീവിക്കുന്നതിനാണ് നിധിധ്യാസം എന്ന് പറയുന്നത്. നിധിധ്യാസം കൊണ്ട് എല്ലാ വികൽപ്പം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കൽപ്പനകൾ, യഥാർത്ഥമായ കൽപ്പന അല്ലാതെ തെറ്റായ വിധത്തിൽ നാം കൽപ്പിക്കുന്നതിനെയാണ് വികൽപ്പം എന്ന് പറയുന്നത്. തത്വപ്രതിഷ്ഠിതനാകും അഭ്യാസത്താൽ. നിരന്തരം ശ്രവണ മനന നിധിധ്യാസങ്ങൾ നാം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ അജ്ഞാനവും സംശയങ്ങളും വികൽപ്പങ്ങളും നീങ്ങി നാം തത്വത്തിൽ അധിഷ്ഠിതരായി ഭവിക്കുന്നതാണ്. അതോടുകൂടി നാം പൂർണ്ണരാവുകയും അറിവിന് വേണ്ടിയോ ആനന്ദത്തിന് വേണ്ടിയോ ലോകത്തിലെ ഒരു വസ്തുവിനെയും ആശ്രയിക്കേണ്ടതായ അവസ്ഥ നമുക്ക് വരികയില്ല. ലഭിക്കേണ്ടത് ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കൃതാർത്ഥതയാണ് നമുക്ക് ആത്മജ്ഞാനം കൊണ്ട് ലഭിക്കുന്നത്. ഇത് ലഭിക്കുക എന്നതാണ് മാനവജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യവും. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം
നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ വിനിയോഗിക്കേണ്ടത്. അജ്ഞാനനാശം ഭവിക്കും ശ്രവണത്താൽ, സംശയാനാശം ഭവിക്കും മനനത്താൽ, പോകും വികൽപ്പങ്ങളെല്ലാം നിധിധ്യാസാൽ, തത്വപ്രതിഷ്ഠിതനാകും അഭ്യാസത്താൽ.